ഹായ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്പാടി റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് ബക്രീദ് ആണല്ലോ. എല്ലാവർക്കും ബക്രീദ് ആശംസകൾ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്ന ഒരു വെജിറ്റേറിയൻ സ്നാക്കാണ്. നമ്മുടെ ഉണ്ണിക്കാമ്പ് എന്ന് ഇവിടെ പറയുക, ചില സ്ഥലങ്ങളിൽ വാഴപ്പിണ്ടിയാണ്. അതിനെക്കൊണ്ടൊരു കട്ട്ലേറ്റാണ്. അപ്പോൾ ഈ വാഴപ്പിണ്ടി അല്ലെങ്കിൽ ഉണ്ണിക്കാമ്പിൻ്റെ കട്ട്ലേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയൊരു ഉണ്ണിക്കാമ്പാണ്. അത് നമുക്ക് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. അതിനുശേഷം ചെറുതായി അരിഞ്ഞ് ഞാൻ ഈ അരിയുന്നത് പോലെ പിന്നീട് വെള്ളത്തിലിട്ട് വെക്കാം. ഇല്ലെങ്കിൽ ഇതിൻ്റെ കളറ് മാറും. എന്നിട്ട് ഒരു കത്തിയോ അല്ലെങ്കിൽ നമ്മളെ ഇതില്ല പപ്പടം കുത്തുന്ന ആ സാധനം വെച്ചിട്ട് ചുറ്റിയാൽ ഇതിൻ്റെ നാര് ഇങ്ങോട്ടെടുക്കാം. ഇവിടെ അത് കാണിക്കാൻ വിട്ടുപോയി. അതിനുശേഷം ഇത് കഴുകിയെടുക്കാം. പിന്നെ കുക്കറിൽ ഉണ്ണിക്കാമ്പ് ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ഉണ്ണിക്കാമ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം ഞാനിവിടെ ഒരു 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അത് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം. വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ട് ഉണ്ണിക്കാമ്പിൻ്റെ കൂടെ തന്നെ വേവിക്കാം. പക്ഷേ ഞാനിവിടെ വേറെ വേറെ ആയിട്ടാണ് വേവിക്കുന്നത്. ഉരുളക്കിഴങ്ങ് അവിടെ നിന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോഴേക്കും 4 വലിയ ഉള്ളിയാണ് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കിയതിന് ശേഷം 3 വലിയ പച്ചമുളക്, അധികം എരിവുണ്ട്, ചെറുതായി അരിഞ്ഞത് ഇട്ട് ഉള്ളി വാടിയതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് രണ്ടും ഇളക്കിയതിന് ശേഷം ഒരു 1/2 സ്പൂണ് ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ട് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. അതൊന്ന് വഴറ്റി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങില്ല, അത് തൊലി കളഞ്ഞ് ഉടച്ച് വെക്കാം. അതിനുശേഷം നമുക്ക് വേവിച്ച ഉണ്ണിക്കാമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നേരത്തെ ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഉണ്ണിക്കാമ്പെല്ലാം ഉപ്പിട്ട് വേവിച്ചതാണ്, അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ടിടണം. എന്നിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. ഇതിൽ വെള്ളം ചേർക്കാനേ പാടില്ല. ശേഷം കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ശേഷം ഇത് കോട്ട് ചെയ്യാനുള്ള ബാറ്റർ തയ്യാറാക്കാം. 2 ടീസ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ മൈദയും 1 നുള്ളു ഉപ്പും ചേർത്ത് നന്നായി കട്ട കെട്ടാതെ ഇളക്കിയെടുക്കാം. സാധാരണ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ മുട്ടയിലാണ് നമ്മളിത് കോട്ട് ചെയ്യാറ്. ഇവിടെ അമ്മ മുട്ട കഴിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഉണ്ണിക്കാമ്പിൻ്റെ മസാലയിലേക്ക് ഞാനിവിടെ ഒരു 3 സ്പൂണ് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുകയാണ്. ബ്രെഡ് ക്രംസ് കയ്യിലില്ലെങ്കിൽ റൊട്ടി മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഓരോരോ ചെറിയ ഉരുളകളാക്കിയെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഓരോ ഉരുളകളും നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടില്ലേ കോൺഫ്ലവറും മൈദപ്പൊടിയെല്ലാം ഇട്ട് വെച്ച ബാറ്റർ, അതിലേക്ക് ഒന്ന് മുക്കിയതിന് ശേഷം ബാക്കി റൊട്ടിപ്പൊടിയിലിട്ട് ഇട്ട് നന്നായി പിടിപ്പിച്ചതിന് ശേഷം ഇഷ്ടമുള്ള ഷേപ്പിൽ, ഞാനിവിടെ വട്ടമുള്ള ഷേപ്പിലാണ് എടുത്തത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇത് ചെയ്യാം. അങ്ങനെ ഓരോ ഉരുളകളും ഇതുപോലെ ചെയ്തിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. അങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ കട്ട്ലേറ്റും എടുത്ത് നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നന്നായി വെന്ത് വരുന്നുണ്ട്. ഇങ്ങനെയാണ് പൊരിച്ചെടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ഉണ്ണിക്കാമ്പിൻ്റെ അല്ലെങ്കിൽ വാഴപ്പിണ്ടിയുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡിയായി വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കാം. ഞാനിതെല്ലാം വേവിച്ചത് കൊണ്ടാണ് ഇങ്ങനെ വറുത്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലിട്ട് മാറ്റാം. നമുക്ക് ഈ കട്ട്ലേറ്റ് ടേസ്റ്റ് ചെയ്യാൻ ഒരാളെ വിളിക്കാം. കഴിച്ചോക്ക്, എങ്ങനെയുണ്ട് നോക്കട്ടെ. എങ്ങനെയുണ്ടല്ലോ ഏട്ടാ? പറയാം, ടേസ്റ്റ് ഉണ്ടേ. കൊള്ളാം. ഏതായാലും ഞാൻ ഇപ്പം ചിക്കൻ കട്ട്ലറ്റ്, വെജിറ്റബിൾ കട്ട്ലറ്റ് വെച്ചിട്ടുണ്ട്. പക്ഷേ വാഴപ്പിണ്ടിയുടെ കട്ട്ലറ്റ് കഴിക്കണം ആദ്യമായിട്ടാണ്. സൂപ്പർ. അപ്പം നിങ്ങളിത് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്
സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ഞെക്കിയേക്കണേ.